നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ നിന്നെ പ്രസവിക്കുമ്പോ എനിക്ക് 3 വയസ്സുണ്ട്. അതായത് ഈ കിടക്കുന്ന രാജലക്ഷ്മി അമ്മയുടെ മൂത്ത മകനാ ഞാനെന്ന്. മകനോ? ഇരിക്കപ്പിണ്ടം വെച്ച ആള് എങ്ങനെ മകനാകും? സാവിത്രി, 16-ാം നൂറ്റാണ്ടിലോ മറ്റോ ഏതോ അവിവേകികളായ പ്രമാണിമാര് അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു ദുരാചാരമാണ് ഇരിക്കപ്പിണ്ടം. അമ്മ എന്നെ ഇരിക്കപ്പിണ്ടം വെച്ചെന്ന് കരുതി അമ്മയുടെ മനസ്സിൽ ഞാനില്ലാതാവൂ? എന്നെ പാലൂട്ടി താരാട്ട് പാടി ഉറക്കിയ എന്റെ അമ്മയെ എന്റെ മരണം വരെ എനിക്ക് മറക്കാൻ പറ്റുമോ? സാവിത്രി, അമ്മ എന്നത് ദൈവത്തിന് പോലും വിവരിക്കാൻ പറ്റാത്തൊരു വികാരമാണ്. ആ വികാരത്തിന്റെ പേരാ വാത്സല്യം. കൂടുതൽ വിശദീകരിക്കണ്ട. എന്റെ അമ്മ കിടക്കുന്ന പരിസരത്ത് പോലും നിങ്ങൾ വന്നു പോവരുത്. സാവിത്രി, ഇവനോട് ഇവന്റെ അമ്മനെ കാണരുതെന്ന് ആജ്ഞാപിക്കാൻ നിനക്കെന്ത് അധികാരം? ഇവൻ സഞ്ചരിച്ച വഴികൾ തെറ്റായിരിക്കാം, ഒക്കെ ശരി തന്നെ. കൂട്ടത്തിലൊന്ന് വഴിതെറ്റിപ്പോയാല് ആ വഴിതെറ്റിപ്പോയവനെ തിരഞ്ഞു കണ്ടുപിടിക്കാനാണ് ദൈവം വരെ കൽപ്പിച്ചിരിക്കുന്നത്. നീ ഇവന്റെ ഇളയതായി ജനിച്ചവളാണ്, അത് മറക്കണ്ട. സാവിത്രി, നീ എന്നോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. അമ്മയെ വളരെ ദൂരെ നിന്ന് കാണാനുള്ള ഒരു അവകാശമെങ്കിലും നിങ്ങൾ എനിക്ക് കൽപ്പിച്ചു തരണം. സാവിത്രിയുടെ മനസ്സിലെ പേടി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചെമ്പകമംഗലത്തെ എന്റെ ഷെയർ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, ചിന്തിക്കുകയില്ല. പരേതാത്മാവിന് എന്തിന് ഭൗതിക സമ്പത്ത്? പെയിനുണ്ടോ? ചെറുതായിട്ട്. ക്ഷീണമുണ്ടല്ലേ? ഇനി ഡ്രിപ്പ് കൊടുത്തേക്ക്. ഓക്കെ മാഡം. ഇവരുടെ ഹസ്ബൻഡ് എവിടെ? പുറത്തുണ്ട്. ആ ശരി. നിങ്ങളാ കുട്ടിയുടെ ഹസ്ബൻഡ് അല്ലേ? ആ അതെ. എന്താ ഒരു സംശയം? ഏയ്, എനിക്ക് സംശയമൊന്നുമില്ല. ആ കുട്ടി പ്രസവിച്ചിട്ട് എത്ര നേരമായി? ഇപ്പോ ഒരു 2 മണിക്കൂറായി കാണും. എവിടെ വെച്ചാ പ്രസവിച്ചത്? വീട്ടിൽ വെച്ചോ അതോ ഹോസ്പിറ്റലിൽ വെച്ചോ? വീട്ടിൽ വെച്ചാ. കുട്ടി എവിടെ? കുട്ടി കുട്ടി വീട്ടിലുണ്ട്. അല്ല, നിങ്ങൾ എന്തിനാ ഈ ബാഗും തൂക്കി പിടിച്ച് നിൽക്കുന്നേ? അത് താഴെ വെച്ചൂടെ? നിങ്ങളുടെ വീട് എവിടെയാ? അത് ശംഖുമുഖത്താ. ശംഖുമുഖത്തോ? പിന്നെന്തിനാ ഇത്രയും ദൂരം ഈ ഹോസ്പിറ്റലിൽ എന്നെ തിരക്കി വന്നത്? അത് മൈഥിലിയുടെ വീട് കിളിമാനൂരാ. ഞാൻ അവളെയും കൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിയായിരുന്നു.
ആ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ നൽകുന്നുണ്ട്. നിങ്ങൾ പുറത്തിരിക്കേ. ആ ശരി ഡോക്ടറെ. ഇതിലെന്തൊക്കെയോ ഒരു പൊരുത്തമില്ലായ്മ. ഇവിടെ വിളക്കം തീപ്പന്തം ഒന്നും വേണ്ട. സാവിത്രി, അടങ്ങിയേക്ക്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ? അവരുടെ മുമ്പിൽ വെച്ച് നിന്റെ ധിക്കാരമൊന്നും വേണ്ട. ഞാൻ ധിക്കാരം കാണിക്കും. തകർന്നു നിൽക്കുന്ന നമ്മുടെ മകന്റെ കാര്യത്തില് നിങ്ങൾക്ക് ദുഃഖമൊന്നും ഇല്ലായിരിക്കും. പക്ഷേ ഞാൻ അവനെ പ്രസവിച്ച അമ്മയാ. നിന്നെ പ്രസവിച്ച അമ്മ ഇവിടെ നിൽപ്പുണ്ട്. നിന്റെ ഈ അഹങ്കാരവും പ്രവൃത്തിയും കണ്ട് ഇവൾക്ക് വേദനിക്കില്ലേ? അവൾക്ക് ഈ നാവ് കൊണ്ട് അലക്കാൻ അവസരം കൊടുത്തത് നമ്മൾ തന്നെയാ. അതവിടെ നിൽക്കട്ടെ. മോളെ നന്ദിനി, ആ വിളക്ക് കൊടുത്ത് മീനാക്ഷിയെ വലതുകാല് വെപ്പിച്ച് അകത്തേക്ക് കയറ്റെ. വലതുകാല് വെച്ച് അകത്തേക്ക് കയറിക്കോ. എന്ത് ധിക്കാരമാണ് നീ കാണിച്ചത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ ഭാര്യയായിട്ടാണ് ഇവൾ അകത്തേക്ക് കയറുന്നതെങ്കിൽ ഇവിടെ നിലവിളക്കിന്റെ പ്രകാശം വേണ്ട. ദേവതയല്ലല്ലോ ഇവള്, യക്ഷിയല്ലേ, യക്ഷി. നന്ദിനി, മീനാക്ഷിയെ വിളിച്ച് അകത്തേക്ക് കയറ്. അന്ന് വന്ന് ഇവനൊക്കെ പ്രായമായവരുടെ മുമ്പിൽ എന്തും കാണിക്കാവുന്ന അവസ്ഥയിലെത്തി. നിൽക്ക്. മീനാക്ഷിക്ക് അകത്തേക്ക് കയറാം. പക്ഷേ നീ അടിച്ചതിനകത്ത് കയറി പോവരുത്. മനസ്സിലായില്ല? നീ എന്റെ ചെമ്പകമംഗലത്തേക്ക് കയറി പോവരുതെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.